മണവാളനെ തോൽപ്പിക്കാൻ കേരളത്തിൽ നിന്ന് ആൺകുട്ടികളില്ലേ? എന്നോടാ? മണവാളനെ തോൽപ്പിക്കാൻ കേരളത്തിലെ ആൺകുട്ടികളില്ലേ? കേരളത്തിൽ ഇഷ്ടം പോലെ ആൺകുട്ടികൾ. പിന്നെ എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കിയെന്നാ ചോദിച്ചത്? അതല്ല, അതിന് ഒരു കാര്യമുണ്ട്. നമ്മള് അതൊരു ചോദ്യം തന്നെയാണ്, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. കാരണം കേരളത്തിലത്തെ ഇപ്പോ ഇവിടെ എല്ലാവർക്കും മണവാളനാണ്. അപ്പൊ അതല്ല കാരണം ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് സംഭവം ഇറക്കിയത്. അപ്പം സ്റ്റേറ്റ് എന്ന് പറയുമ്പോ നമ്മളെ കേരളം ആണല്ലോ. അപ്പൊ എന്തുകൊണ്ട് പുറത്തുനിന്ന് ഇറക്കി എന്നാണ്. അല്ല, അതിന് നമ്മൾ ഇതില് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മണവാളനുള്ളത് പ്രൊഫഷണൽ ഫൈറ്റിന്റെ ഇടയിലുള്ള, അതായത് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മെഡൽ കൊടുക്കുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ആയിട്ട് നടത്തുന്ന ഒരു ഇവന്റ് അല്ല നമ്മൾ മണവാളനെ ചെയ്യുന്നത്. ഇതൊരു സ്പെഷ്യൽ ഇവന്റ് ആണ്. ഓക്കെ, പ്രോ ഫൈറ്റിന്റെ ഇടയിലുള്ള ഒരു സ്പെഷ്യൽ ഇവന്റ് ആണ്. സോ അത് ആ ഒരു റെസ്പെക്റ്റീവിൽ തന്നെയാണ് നമുക്ക് മണവാളനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇവന്റ് കാറ്റഗറൈസ് ചെയ്ത് മണവാളനെ പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം കൊടുത്ത്, അല്ലെങ്കിൽ നാളെ മറ്റന്നാളൊന്നുമല്ല, നമ്മള് സമയം കൊടുത്ത് മണവാളൻ മുയറ്റായാണ് കളിക്കാൻ പോകുന്നത്. ലാസ്റ്റ് ടൈം മണവാളൻ MMA കളിച്ചത് അല്ലെ. സോ എനിക്ക് അറിയില്ല, ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു മുയറ്റായാണ് ഞാൻ കളിക്കാൻ പോകുന്നത്. ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഇവര് ആദ്യമേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം എന്ത് ചെയ്ത് ചലഞ്ച് അവര് ഫൈറ്റിന് ഇറങ്ങണം എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ആദ്യം ഒരു അഫ്സൽ ഷാ എന്ന് പറഞ്ഞ ആളെ പുള്ളിയുടെ ഫൈറ്റ് അക്സെപ്റ്റ് ചെയ്തിരുന്നപ്പോ പറഞ്ഞിരുന്നത് ഞാൻ പറഞ്ഞ സ്ഥലം, ഞാൻ പറയണ എന്ത് ചെയ്ത് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവര് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവരുടെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുമ്പോ ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ കൂടുതൽ ആളെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് സൗത്ത് ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഒരു മത്സരമാണ്. ആ മത്സരത്തിന്റെ ഹൈലൈറ്റ്സ് ഫൈറ്റ് ആയിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മുയ് തായ് ഇവന്റ് ആണ് നടത്തുന്നത്.